ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ വൈക്കത്ത് അഷ്ടമിക്ക് പോവാണ്. അഷ്ടമിയുടെ 3-ാം ദിവസമായി ഇന്ന് SNDP ടു താലപ്പൊലിയുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വൈക്കത്ത് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആശാനാണ്. ആശാൻ്റെ വീട്ടിലേക്കാണ് വന്നേക്കുന്നത്. ആശാൻ്റെ പേര് ശശി എന്നാണ്. ബൈക്കിങ് ശശി എന്നാണ് അറിയപ്പെടുന്നത്. ഞാനും അച്ഛയും അപ്പുവും അഭിജിത്തും കൂടെയാണ് വന്നേക്കുന്നത് പരിപാടിക്ക്. അവർ 3 പേര് കൊട്ടാൻ കൂടുന്നുള്ളൂ. ഇത് ആശാന് സ്ഥിരം കിട്ടുന്ന മേളമാണ്. അപ്പോൾ പറ്റുന്ന കൊല്ലങ്ങളൊക്കെ നമ്മളും വന്ന് സേവിക്കാറുണ്ട്. ആശ്രമം സ്കൂളിൽ നിന്നാണ് താലപ്പൊലി പുറപ്പെടുന്നത്. ഇപ്പോൾ അറിയിപ്പ് മേളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താലത്തിനുള്ള ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് പഞ്ചവാദ്യം കാണാം. ഏകദേശം 5:30യോടുകൂടി തന്നെ താലപ്പൊലി ഇറങ്ങിയിട്ടുണ്ട്. ശിവപാർവതിമാരുടെയും മഹാവിഷ്ണുവിൻ്റെയും ഭദ്രകാളിയുടെയും രൂപമണിഞ്ഞ കലാകാരന്മാരുടെ നൃത്തത്തിനും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുമാണ് താലപ്പൊലി ഘോഷയാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആളുകൾ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു കേട്ടോ ഇത്. ഞാൻ ഈ നിന്നിടത്ത് തന്നെ കുറേ നേരം നിന്നിരുന്നു. എന്നിട്ടും താലം ഇറങ്ങി തീർന്നിട്ടില്ലായിരുന്നു. ഈ ആശ്രമം സ്കൂളിൽ നിന്ന് അമ്പലത്തിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്തുള്ള കടകളെല്ലാം തന്നെ നല്ല ആക്റ്റീവാണ്. എല്ലാ സ്ഥലത്തും തന്നെ ഇഷ്ടം പോലെ കടകളുണ്ട്. പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് വിൽക്കുന്ന കടകളും. ഇവിടെ ഇത് ഇഷ്ടം പോലെ പാവകൾ. ഇത് നമ്മുടെ കൈ കിട്ടുന്ന ചേട്ടനകത്ത് ഓരോ ലെറ്റർ കയറ്റി കോർക്കുന്ന ആ കട്ടകൾ. കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ഭായിമാർ കരിമ്പ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കടകളിലെ ലൈറ്റൊക്കെ ഓണാക്കി എല്ലാം കളർഫുൾ ആകുന്നുണ്ട്. അമ്മമാരായിട്ടുള്ള ആളുകളാണ് കൂടുതലും താലത്തിൽ കണ്ടത്. അവർ തന്നെയാണ് കുത്തുവിളക്കൊക്കെ എടുക്കുന്നത്. 6:15 നമ്മൾ പടിഞ്ഞാറ് നട എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ചു നേരം നിൽക്കും. കാഴ്ച ശിവര് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറത്തുള്ളൂ. പടിഞ്ഞാറ് നട നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. താലത്തിൻ്റെ ഏറ്റവും മുൻഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഒത്തിരി ആളുകൾ പുറകിലുണ്ട് ഫ്രണ്ടിലേക്ക് വരാനായിട്ട്. താലം കയറാൻ ഇനിയും കുറേ സമയം എടുക്കുന്നുണ്ട്. ഞാൻ അകത്തേക്ക് കയറി ചുറ്റുവിളക്കൊക്കെ കത്തിച്ച് വൈക്കത്തമ്പലം അതിൻ്റെ പൂർണ്ണമായ ഭംഗിയിൽ നാദസ്വരത്തിൻ്റെ അകമ്പടിയിൽ തീവെട്ടിയുടെ ശോഭയിൽ ഗജവീരൻ്റെ പുറത്തേറി ശ്രീ വൈക്കത്തപ്പൻ എഴുന്നള്ളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വൈക്കത്തപ്പൻ്റെ തിരുവരങ്ങിൽ വിവിധ ഡാൻസ് പരിപാടികൾ നടക്കുന്നുണ്ട്. ഡാൻസിൻ്റെ കുറച്ച് രംഗങ്ങൾ കാണാം. ऐश्वर्य
ഡാൻസ് കാണുന്നവരും സൗഹൃദം പുതുക്കുന്നവരുമൊക്കെയായി ഉത്സവപ്പറമ്പിലെ കാഴ്ചകൾ നിരവധിയാണ്. അടുത്ത ദിവസത്തേക്കാണെന്ന് തോന്നുന്നു അയ്യപ്പൻ്റെ രൂപം LED കൊണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ രണ്ടുപേര്. സമയം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. ഇതുവരെയും താലം കയറി തീർന്നിട്ടില്ല. ആളുകൾ ഇനിയും പുറത്ത് ഒത്തിരി നിൽപ്പുണ്ട് അകത്തേക്ക് കയറാനായിട്ട്. വന്നവർ താലം സമർപ്പിക്കുന്നതാണ് കാണുന്നത്. എട്ട് മണിയായപ്പോഴത്തേന് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും അബിയും അപ്പും കൂടെ അഷ്ടമി ഫെസ്റ്റ് കാണാൻ വേണ്ടി ഒന്ന് പോകുന്നതാണ്. പല ടൈപ്പ് ഗെയിമൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ്സിലൊരു കഫേ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് എല്ലാം തോന്നുന്നു. ഞങ്ങൾ മൂന്നും കൂടെ കുറച്ച് നേരം അവിടെ ചുറ്റിയൊക്കെ നടന്നു. ഈ പുറകിലത്തെ പരുന്ത് അനങ്ങുന്നൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് 60 രൂപ ടിക്കറ്റ് ഉണ്ട്. ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ തിരിച്ചു പോന്നു. ലൈറ്റ് ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.